അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ട്രസ്റ്റ് ഡോക്ടർ അംബേദ്കർ മിഷൻ ഡെവലപ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളും സമൂഹത്തിന് നന്മയായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്നുള്ളത് ഭാരവാഹികൾ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചതും എൻജിനീയറിങ്ങിന് പഠിച്ചപ്പോൾ ബാംഗ്ലൂർ ഡോക്ടർ അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് ഞാനും പഠിച്ചത്. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് അംബേദ്കർ എന്ന് പറയുന്ന ആ വ്യക്തിത്വവുമായിട്ട് എനിക്കും ഹൃദയത്തിനകത്തൊരു നല്ലൊരു ബന്ധമുണ്ട്. ഞാൻ അംബേദ്കറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ കുറിച്ച് വിലയിരുത്തുമ്പോൾ എന്നെ മനസ്സിൽ ആകർഷിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, എവിടെയൊക്കെയാണോ നിർധനരായ ജനങ്ങളുള്ളത്, ആവശ്യത്തിലിരിക്കുന്ന ജനങ്ങളുള്ളത്, എവിടെയൊക്കെയാണോ നീതി നടപ്പാകേണ്ടുന്നത്, അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഭരണഘടന എഴുതുമ്പോഴും അത്തരത്തിൽ പിന്നോക്കത്തിൽ നിൽക്കുന്ന വ്യക്തികളെ, സമുദായങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളും അവരെ മുൻധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ഗവൺമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ, പദ്ധതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം ബോധവാനായതുകൊണ്ട് ഭരണഘടനയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളും ഇത്തരത്തിലൊരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിൽ പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഏറ്റവും കൂടുതൽ അംബേദ്കറിൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വാധീനമുണ്ടായ അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നതുകൊണ്ടും ആ ഹൈന്ദവ വിശ്വാസത്തിൽ നിലനിന്നപ്പോൾ ഉണ്ടായിരുന്ന അസമത്വത്തെയും അതുപോലെയുള്ള മറ്റ് ഇതര കാര്യങ്ങളെ മുൻനിർത്തി ആ ഒരു വിശ്വാസത്തിൽ അദ്ദേഹത്തിന് ആത്മീയത മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം ആ ഒരു വിശ്വാസം, അദ്ദേഹത്തിന് ജന്മനാ കിട്ടിയ മതവിശ്വാസത്തിൽ നിന്ന് അദ്ദേഹം മറ്റൊരു വിശ്വാസത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അദ്ദേഹം ആ ബുദ്ധിസത്തിൻ്റെ ആദർശങ്ങളും ആ തത്വസംഹിതങ്ങളൊക്കെ സ്വയം പഠിക്കുകയും മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരികയും അദ്ദേഹം ചെയ്തു. ഒപ്പം തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടി അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു ആലോചന പറയട്ടെ. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഏത് മതങ്ങളെടുത്താലും, അത് ഹൈന്ദവ മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ക്രിസ്തീയ മതമാകട്ടെ, മതങ്ങൾ മനുഷ്യന് നന്മയല്ല ഇന്ന് തിന്മയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ശരിയായ ഒരു വെളിച്ചം പകരുന്നതിന് വേണ്ടി നിങ്ങളുടെ ഈ ട്രസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കൂടെ അടുത്തുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഡോക്ടർ അംബേദ്കർ ചെയ്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയ വെളിച്ചം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടാണ് അതിന് ഉള്ള സാധ്യത അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങിയതും ബുദ്ധിസത്തിലൂടെ അത് അദ്ദേഹം സ്വായത്തമാക്കുന്നതും ഒപ്പം അതിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്താണ് ഉചിതമായ മാർഗം? ബുദ്ധിസമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ബുദ്ധിസവും ഇന്ന് ഒരു എക്സ്റ്റൻഷൻ വരെ ചെറിയ രീതിയിലുള്ള മതവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയ്ക്ക് എന്താണ് ശരിയായിട്ടുള്ള വെളിച്ചം ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകത? ഞാൻ അതിന് 1-2 കാര്യങ്ങൾ മാത്രം ഇന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇവിടെ ഇരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മനുഷ്യന് 3 തരത്തിലുള്ള ജീവിതക്രമമുണ്ട്. ഒന്ന് ശരീരം കൊണ്ടുള്ള ജീവിതം. നിങ്ങൾ ആലോചിച്ച്, നിങ്ങളൊക്കെ അധ്വാനിക്കുന്നത് ഒരു പരിധി വരെ ഒരു 90% ആൾക്കാരും ശരീരം കൊണ്ടാവും, അല്ലേ? ഇനി ഒരു 70% ആൾക്കാർ ശരീരം കൊണ്ടാണ് അധ്വാനിച്ച് ഉപജീവനം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 25% അടുപ്പിച്ച ആൾക്കാർ തങ്ങളുടെ ഉപജീവനം, തങ്ങളുടെ പ്രൊഫഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് മൈൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഇൻ്റലക്ച്വൽ സിസ്റ്റം ആകാം, അവർക്ക് നൽകിയ കഴിവുകളാകാം, ആർജിച്ചെടുത്തിരിക്കുന്ന മറ്റ് ഏതെങ്കിലും രീതികളുള്ള കഴിവുകൾ കൊണ്ടാണ് മറ്റൊരു 25% ആൾക്കാരുടെ ഉപജീവന മാർഗം. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അഡ്വക്കേറ്റ്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവരുടെ മൈൻഡ് കപ്പാസിറ്റി കൊണ്ടാണ്. സയൻറ്റിസ്റ്റുമാർ, അവരൊക്കെ. പക്ഷെ മനുഷ്യന് ഇനി ഒരു ഡയമെൻഷൻ കൂടെയുണ്ട്. ആ ഡയമെൻഷനാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, സ്പിരിറ്റുണ്ട്. പക്ഷെ സ്പിരിറ്റാണ് ഈ 3 കാര്യത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും പവർഫുൾ. പക്ഷെ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമുക്കതിനെക്കുറിച്ച്, അതിൻ്റെ അനന്തര സാധ്യതകളെക്കുറിച്ച് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് ശരീരം കൊണ്ട് അധ്വാനിച്ച് ഫേമസ് ആയ ഒരാളുടെ പേര് പറയാമോ?
പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു പേര് പറയാമോ? ഞാനൊരു പേര് പറയാം, സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹം ശാരീരിക ക്ഷമത കൊണ്ട് ക്രിക്കറ്റ് കളിച്ച് ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നമുക്ക് മെസ്സി ഉണ്ട് അല്ലേ, ഫുട്ബോൾ കളിക്കാരനായിട്ടുള്ള മെസ്സി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ശരീരം കൊണ്ട് അധ്വാനിച്ച് നമുക്ക് ലോക പ്രശസ്തി നേടാം, ഒത്തിരി കാശ് സമ്പാദിക്കാം. ഇനി മനസ്സുകൊണ്ട് ലോക പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാമോ? ഈ അടുത്ത ഇടയ്ക്ക് മരിച്ച ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരറിയാവോ? സ്റ്റീഫൻ ഹോക്കിങ്സ്. ഓക്കെ, സ്റ്റീഫൻ ഹോക്കിങ്സിന് ശരീരത്തിൽ ഒരു കായികക്ഷമതയും ഇല്ല. അദ്ദേഹം വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നടക്കാൻ പറ്റത്തില്ല, നിങ്ങളെപ്പോലെ ഓടിച്ചാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കസേരയിൽ ഇരുന്നിട്ട് പോലും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ തലപ്പത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡ് പവർ തെളിയിച്ച വ്യക്തിയാണ്. സോ കായികമായിട്ട് അധ്വാനിക്കുന്നതിനും എത്രയോ മടങ്ങ് മൈൻഡ് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫൈൻ. ഇനി അതിൻ്റെയും എത്രയോ എക്സ്പൊണൻഷ്യലാണ് നമ്മുടെ സ്പിരിറ്റ് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തലം. ഒന്ന് രണ്ട് വ്യക്തികളുടെ പേര് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിസത്തിൻ്റെ സ്ഥാപകനായ ശ്രീബുദ്ധൻ. അദ്ദേഹം ഏത് നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്? ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി മനുഷ്യരാശി ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കപ്പെടും. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് തലത്തിൽ നിന്നായിരുന്നു. നിങ്ങൾക്ക് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചറിയാം. 2000-ലധികം വർഷം മുമ്പ് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയും പ്രാവർത്തിക മണ്ഡലം സ്പിരിറ്റ് റെല്ലമായിരുന്നു. സ്പിരിറ്റ് കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഇന്നും അദ്ദേഹം ഓർക്കപ്പെടുന്നുണ്ട്. ഇനി എത്ര വർഷം കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കും. അതുപോലെ തന്നെ മുഹമ്മദ് നബിയെക്കുറിച്ച് നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചറിയാം, സ്വാമി വിവേകാനന്ദനെ കുറിച്ചറിയാം. ഈ വ്യക്തികളെല്ലാം അവരുടെ ജീവിത പന്ഥാവിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സ്പിരിറ്റിനെ കുറിച്ചായതുകൊണ്ട് അവരെന്നും നമ്മൾ അവരെ ഓർക്കുമ്പോൾ വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടെ നമ്മൾ അവരെ ഓർക്കുന്നത്. റൈറ്റ്. അപ്പോൾ സ്പിരിറ്റിന് നമ്മുടെ ലൈഫിനകത്ത് ഒത്തിരി അധികം കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നില്ല. ഇനി കുഞ്ഞുങ്ങൾ ഒത്തിരി പേരിയ്ക്കുന്നതുകൊണ്ട് ഞാൻ അവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാ ശാരീരിക കാര്യങ്ങളും നടക്കണമെങ്കിൽ, ശരീരത്തിൻ്റെ ഫങ്ഷനാലിറ്റി ആകട്ടെ, ശരീരം കൊണ്ടുള്ള അധ്വാനമാകട്ടെ, എന്ത് കാര്യം ശരീരത്തിനകത്തുള്ളത് നടക്കണമെങ്കിലും ആദ്യം നമ്മൾ മനസ്സുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? തീരുമാനിക്കുകയും മനസ്സുകൊണ്ട് അതിനെ ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ ശരീരം പ്രവർത്തിക്കത്തുള്ളൂ. അല്ലേ? ആണോ? അപ്പോൾ ശരീരവും മനസ്സും തമ്മിലൊരു കോംബോ ഉണ്ട്. എന്ത് കാര്യം ശരീരം കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ മനസ്സുകൊണ്ട് അതിനെ തീരുമാനിക്കുകയും ഇച്ഛിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താൽ മാത്രമേ ശരീരം കൊണ്ട് നമുക്കതിന് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ശരീരത്തിനെ സ്പിരിറ്റ് കൊണ്ട് നിങ്ങളൊന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ആത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, മനസ്സ് ആത്മാവുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയേറെ പൊട്ടൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരീരവും മനസ്സും തമ്മിലുള്ള കോംബോയെ നമ്മൾ കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് കളിപ്പാട്ടം കിട്ടിയിട്ടില്ലേ? ടോയ്സ് കിട്ടിയിട്ടില്ലേ? എന്തിനാ ടോയ്സിൻ്റെ ആവശ്യം? ഒരു കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുന്നതല്ല കളർഫുള്ളായിട്ടുള്ള കളിപ്പാട്ടങ്ങളല്ലേ? പച്ച, നീല, ചുമപ്പ് അല്ലേ? എന്തിനാണെന്നറിയാവോ? കുഞ്ഞിൻ്റെ കണ്ണിന് കളർ സെൻസേഷൻ ആദ്യം ഉണ്ടാകത്തില്ല. ഈ കളർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിന് ഡിഫറെൻറ്റ് കളറിലുള്ള കളിപ്പാട്ടങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മൾ മേടിച്ച് കൊടുക്കുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ ഈ കളർ ഇന്നതാണ് എന്ന് കുഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിലും ഈ കളറുകൾ തമ്മിലുള്ള ഡിഫറൻസ് കുഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന കളിപ്പാട്ടം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന കളിപ്പാട്ടം അല്ലേ? റൈറ്റ്. കിളിങ്ങുന്ന കളിപ്പാട്ടം, കീന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന കളിപ്പാട്ടം. എന്തിനാ പിന്നെ സൗണ്ടുള്ള കളിപ്പാട്ടം കൊടുക്കുന്നത്? അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് കുഞ്ഞിനെ ചെവിയുടെ ഫങ്ഷനാലിറ്റി നിങ്ങൾ ആക്റ്റീവാക്കി കൊടുക്കുക. ആദ്യം ഏതാ ആക്റ്റീവാക്കിയേ? കണ്ണിനെ. രണ്ടാമത് എന്താ ആക്റ്റീവാക്കുന്നത്? ചെവിയെ. അപ്പോൾ കളർഫുൾ ആയിരിക്കും ആ കളിപ്പാട്ടവും, അതിൻ്റെ ഒപ്പം എന്തുണ്ടാവും? ശബ്ദം ഉണ്ടാവും. അപ്പോൾ കുഞ്ഞിന് കാണാനും കേൾക്കാനുമായിട്ടുള്ള കഴിവിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുവാണ്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് കുഞ്ഞെന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കും. അങ്ങനെ മെല്ലെ 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 അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളൊക്കെ കുഞ്ഞ് തിരിച്ചറിയാൻ തുടങ്ങും. വളരെ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആരെടുത്താലും ഈ കുഞ്ഞ് പോകും. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാലോ കണ്ണിൻ്റെയും ചെവിയുടെയും ആക്ടിവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിചയമുള്ളവർ മാത്രമേ കുഞ്ഞെടുത്താൽ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ കുഞ്ഞ് കരയും. ഇല്ലേ?
അത് കഴിഞ്ഞിട്ട് കുഞ്ഞെന്ത് ചെയ്യും? കുറച്ചുകൂടെ മാസങ്ങൾ കഴിയുമ്പോൾ ഒന്ന് ഇഴഞ്ഞു നടക്കുന്ന പ്രായമൊക്കെ ആകുമ്പോൾ എന്ത് കിട്ടിയാലും അതെന്തുകൊണ്ട് വാക്യകത്തേക്ക് കൊണ്ടുപോകും, അല്ലേ അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മാക്സിമം കുഞ്ഞിനെ അതൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് നിരുത്സാഹപ്പെടുന്നു. പൊടിയും കുപ്പയും ഒക്കെ എടുത്ത് വായിൽ വെക്കും, വേണമെന്നുണ്ടെങ്കിൽ വിസർജ്യമൊക്കെ എടുത്ത് വായിൽ വെക്കും. പക്ഷെ കുഞ്ഞ് അതൊരു പ്രാക്ടീസ് ചെയ്യാവാ. എന്താ പ്രാക്ടീസ് ചെയ്യുന്നത്? നാവിൻ്റെ ടേസ്റ്റിനെയും മൂക്കിൻ്റെ മണത്തെയും. അപ്പോൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മൾ കുഞ്ഞിനെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കണ്ണ്, ചെവി, മൂക്ക്, നാവ് ഇങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ ആക്ടിവേഷൻ മനസ്സിൻ്റെ സഹായത്തോടുകൂടെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഏത് തമ്മിലുള്ള കോമ്പായ വർക്കാകുന്നത്? മനസ്സും ശരീരവും തമ്മിലുള്ള കോമ്പ്. ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇതേ രീതിയിൽ ആത്മാവും മനസ്സും തമ്മിലുള്ള കോമ്പോയെ നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നു എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ അധികം മാറിയേനെ, വളർന്നേനെ, അവരുടെ ലൈഫ് വേറൊരു രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയേനെ. പക്ഷെ നമുക്ക് ആത്മാവിനെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുക്കുന്നില്ല. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അത് ജീസസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു. അപ്പോൾ മനസ്സിനും ശരീരത്തിനും കൊടുക്കുന്ന ട്രെയിനിങ്ങിനോടൊപ്പം എന്ത് വേണം? ആത്മാവിൽ ബലപ്പെടുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൂടെ വേണം. അപ്പം നമ്മുടെ അനന്തര തലമുറകൾക്ക്, ഇനി വരുന്ന ജനറേഷന് ആത്മാവിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ല. കാരണം ഇന്ന് പള്ളിയിൽ പോയാലും കിട്ടത്തില്ല, അമ്പലത്തിൽ പോയാലും കിട്ടത്തില്ല, വേറൊരിടത്ത് പോയാലും ഈ ആത്മബോധമില്ല. അവിടെ എല്ലാം ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങളുടെ ട്രസ്റ്റിലൂടെ നിങ്ങളുടെ അടുത്ത തലമുറകൾക്ക് വേണ്ടി ഒരാത്മബോധമുണ്ടാക്കാൻ, അവർ ആത്മാവിനകത്തുനിന്ന് കേപ്പബിൾ ആക്കാനായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും. കാരണം ഞാൻ ഇന്ന് മതത്തിൻ്റെ വേലിക്കെട്ടകളൊക്കെ പൊളിച്ചിട്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ട്രസ്റ്റിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായിട്ടുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു. ഡോക്ടർ മാധവ സാറിന് പുരസ്കാരം നൽകുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട പ്രസംഗം ക്ഷണിച്ചു. താങ്ക് യു.